ബിഗ് ബോസ് ഫുൾ ഹിസ്റ്ററി നോക്കിയാൽ 1 മുതൽ 6 വരെ സീസൺസിൽ ഏറ്റവും കൂടുതൽ TRP കിട്ടിയതും ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ളത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന വീഡിയോ ആണ്. പലർക്കുള്ള ഡൗട്ടാണ് അത് എന്താ വെച്ചാൽ ഏതാണ് നല്ല സീസൺ. ഇത് ഞാൻ പറയണത് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല. എന്ന് വെച്ചാൽ ഞാൻ സീസൺ 1 മുതൽ സീസൺ 6 വരെ കണ്ട ആളാണ്, ഒരു പ്രേക്ഷകരാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അതിലൂടെ ഞാൻ ഇത് പറയണത്. അപ്പോൾ ഏറ്റവും ഫാൻ ഫോളോയിങ് അല്ല, ഏറ്റവും TRP എന്നുവെച്ചാൽ വ്യൂവർഷിപ്പ് എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സീസൺ അത് ഏതാണെന്ന് വെച്ചാൽ സീസൺ 6 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ. പലർക്കും വിശ്വാസം ഉണ്ടാവില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ TRP ഉള്ളത് ഈ സീസണിലാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകമുണ്ട്. ഏറ്റവും ഈ ബിഗ് ബോസ് എന്താണ് ഹിസ്റ്ററി തന്നെ, മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നത് ഈ സീസണിലാണ്. എന്നുവെച്ചാൽ അതിനനുസരിച്ചുള്ള കാരണങ്ങളുണ്ട്. ആ നെഗറ്റീവ് കൊണ്ടാണ് ഈ സീസണിൽ തന്നെ ഏറ്റവും TRP ഇട്ടത്. ഒന്നാമത്തെ ഈ എന്താണ് ഇതിൽ വന്നിക്കണ ആൾക്കാർ പ്ലേയേഴ്സ് പലരും പല ക്യാരക്ടർ ആൾക്കാരാണ്, പല ഡിഫറെൻറ്റ് ക്യാരക്ടർ. ആരും ആരോട് ഒത്തുചേരൂല. അതാണ് ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ഒന്നാമത്തെ കാര്യം തന്നെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ആൾക്കാർ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇതിനോട് നെഗറ്റീവ് ഉണ്ടാവും. ഇപ്പോൾ രതീഷ്, ഗബ്രി ജാസ്മിൻ, ജിൻഡോ, റോക്കി, പിന്നെ റോക്കിയും സിജോ, ആ പ്രശ്നങ്ങൾ ഓരോരോ പ്രശ്നങ്ങളും അതനുസരിച്ച് TRP. പിന്നെ 6 വൈൽഡ് കാർഡ് എൻട്രീസ്, പിന്നെ ഈ ഹോട്ടൽ ടാസ്ക്, പിന്നെ രണ്ടാമത് തിരിച്ച് വരല് റീ എൻട്രി, പിന്നെ രതീഷിൻ്റെ റീ എൻട്രി, പിന്നെ സിബിൻ്റെ ഇഷ്യൂ. അങ്ങനെ പറയാനായിട്ട് കുറേ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് ഗബ്രി ജാസ്മിൻ. ഈ ഗബ്രി ജാസ്മിൻ്റെ എന്ത് ടോപ്പിക്ക് യൂട്യൂബ് അപ്ലോഡ് ചെയ്താൽ നോക്കിയോ നല്ല വ്യൂസ് ഉണ്ടാവും അത്ര. അപ്പോൾ അതുകൊണ്ട് ഇതിന് നല്ല TRP ഉണ്ട് ഈ സീസണിൽ. ഞാൻ പറയാം ഈ സീസൺ തരട്ടോ പറഞ്ഞോട്ടോ മൊത്തം ഈ സീസൺ നല്ല ഈ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും TRP ഉള്ള സീസണാണിത്. നല്ല പോലെ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്ലെയേഴ്സും അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലേ. ഇതിൽ രാജാവ് വേണ്ട ഈ സീസണിൽ. സാധാരണ ഓരോ സീസണിൽ ഓരോ രാജാക്കന്മാരുണ്ടാവും മെയിനായിട്ട്. പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല, എല്ലാവരുടെയും ഒരു നല്ല കണ്ടൻറ്റ് ഉണ്ട്. പക്ഷേ ഏറ്റവും ക്ലാസ് സീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സീസൺ 5 വരെയുണ്ട്. ഇതിന് തൊട്ട് മുമ്പുള്ള സീസൺ അത് ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള സീസണാണ്. എന്നുവെച്ചാൽ അതിൻ്റെ പ്ലേയേഴ്സൊക്കെ എല്ലാം അതിൽ വലിയ TRP വ്യൂവർഷിപ്പോ ഒന്നുമില്ല, ആൾക്കാർ വലുതായിട്ട് കാണണോ സംഭവമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ക്ലാസ് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ തോന്നും. എന്ത് വന്നാലും ഒരു മുടിപ്പിക്കലോ അങ്ങനെ ഒരു കാണാണ്ടിരിക്കാനുള്ള ഒരു പ്രത്യേക കാരണമൊന്നും ഉണ്ടാവില്ല. കാണണം പക്ഷേ അതിന് ഒരു വ്യൂസ് ഇല്ല, ഒരു വ്യൂവർഷിപ്പ് കിട്ടണില്ല, TRP ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത്. എന്നുവെച്ചാൽ അതിൻ്റെ പ്ലേയേഴ്സ് ആണെങ്കിലും അഖിൽമാരാർ, ജുനൈസ്, വിഷ്ണു, പിന്നെ എന്താണ് ഷിജു, സെറീന, എത്ര പ്ലേയേഴ്സ് ഉണ്ട്, റിനീഷ, ശോഭ, നാദിറ, അല്ലാണ്ട് പ്ലേയേഴ്സൊക്കെ എല്ലാം നല്ല അടിപൊളി പ്ലേയേഴ്സ് തന്നെയായിരുന്നു. അതനുസരിച്ച് ബോണ്ടിങ് നല്ല ബോണ്ടിങ്, ടാസ്ക് വൈസ് എല്ലാം കൊണ്ട് നല്ല ഇതെന്നാണ് ഒരു ക്ലാസ് ടച്ചുള്ള ഒരു സീസൺ തന്നെയായിരുന്നു അത്. പിന്നെ ഏറ്റവും മാസ് സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും മാസ് അത് നമ്മുടെ സീസൺ 1 തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസോ ഒരു അറിവോ ഒന്നുമില്ലാണ്ട് വന്ന ആൾക്കാരാണ് അവർ ഫസ്റ്റ് സീസണിൽ. വെച്ചാൽ അവർക്ക് വെച്ചാൽ ഇപ്പോൾ സെക്കൻഡ് സീസൺ സെക്കൻഡ് മുതൽ വന്ന ആൾക്കാരെല്ലാവരും ആ തൊട്ട് മുമ്പുള്ള സീസൺ കണ്ടിട്ട് ഒരു ഐഡിയ ഉണ്ടാവും അവർക്കൊക്കെ, അതിൻ്റേതായ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സീസൺ 1 ഒരു ഐഡിയ ഇല്ല, ഒന്നുമില്ലാണ്, പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അതുമാത്രമല്ല ടാസ്ക് വൈസ് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര സെറ്റ് തന്നെയാണ്. സാബു മോനൊക്കെ എന്ത് രസമായിരുന്നു ആ ഒരു ഫസ്റ്റ് സീസൺ തന്നെ. എന്ത് അടിപൊളി, ഏറ്റവും നല്ല ഫാൻ ഫോളോയിങ് കിട്ടി ആൾക്ക്. എന്ന് വെച്ചാൽ എന്താണ് ഈ സാബുമോന് എക്സാമ്പിൾ തന്നെ. ഈ സാബുമോന് ഈ സീസണിൽ ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റ് ആവുന്നപ്പോൾ ഉണ്ടായൊരു റെസ്പോൺസ് പുറത്തുണ്ടായ അതാണ് അത്രക്കും ഭയങ്കര ഒരു ഓളം തന്നെ ഈ സീസൺ 1 കേട്ടോ. നല്ല സീസൺ. പിന്നെ മാത്രം ലവ് കോംബ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലവ് കോംബ് എന്താണ് പേളിയും അവൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, അറിയാം മറന്നുപോയി. പേളി ആയിട്ടുള്ളത് ലവ് കോംബോ അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായി. പക്ഷേ സീസൺ 2 വരുമ്പോൾ അതൊരു മാസ് സീസണാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന സീസൺ തന്നെ. എന്താണെന്ന് വെച്ചാൽ രജിത് സാറ് വേറെ ഒന്നല്ല,
പറയാൻ ഏറ്റവും കാരണം രജിത് സാർ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരൻ തന്നെയാണ്. എന്നുവെച്ചാൽ അമ്മാതിരി ഒരു മാസ് ക്യാരക്ടർ എന്ന് വെച്ചാൽ അയാൾ ഒറ്റക്ക് ബാക്കി എല്ലാവരും അങ്ങനെയാണ്. ആ സീസണിൽ പറയാനായിട്ട് ഏറ്റവും നല്ല പ്ലെയർ അയാൾ തന്നെയാണ്. വെച്ചാൽ ഓരോ വാക്കുകളാണേലും ആൾക്കാരോട് ദേഷ്യപ്പെടൂല അങ്ങനെ. പക്ഷെ ആ സംസാരിച്ച് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി. വെച്ചാൽ ഏറ്റവും എക്സാമ്പിൾ വെച്ചാൽ ഈ രജിത് സാറ് പുറത്തു പോയപ്പോൾ നിങ്ങൾക്ക് അത് കൊറോണ ടൈമാണ്. ആ സമയത്ത് ആൾക്കൂട്ടങ്ങളൊന്നും പാടില്ല. എന്നിട്ടും അവിടെ ഏറ്റവും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരാളായിരുന്നു. ഭയങ്കര ജനുവായിരുന്നു. ആ വീഡിയോ കണ്ടാൽ മനസ്സിലായി, യൂട്യൂബിലൊക്കെ ഉണ്ട്. ആ വീഡിയോ നോക്കി അറിയാൻ പറ്റും. ഭയങ്കര ജനക്കൂട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ വന്നിട്ട്. മനസ്സിലാക്കണം അത്രക്കും ഒരു ഫാൻ ഫോളോയിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതൊരു മാസ് സീസൺ തന്നെയാണ് കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ഓരോ പറയണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. പറയണ കാര്യങ്ങളെല്ലാം വാക്കുകളടക്കം ആ പോയിൻറ്റ്സ് എല്ലാം പക്ക എല്ലാവർക്കും തിരിച്ചടിക്കുന്ന പോയിൻറ്റ്സ് തന്നെയാണ്. നമുക്ക് ആ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് ഇരുന്നു അങ്ങനത്തെ ഒരു വർത്തമാനമാണ് പുള്ളിക്കാരൻ്റെ. പക്ഷേ സീസൺ 4 വരുമ്പോൾ അതൊരു ഒന്നൊന്നര സീസൺ തന്നെ കേട്ടോ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല സെറ്റ് സീസൺ തന്നെയായിരുന്നു സീസൺ 4. ബെസ്റ്റ് തന്നെയാണ് എന്ത് പറഞ്ഞാലും. എന്നുവെച്ചാൽ അതിലുള്ള പ്ലേയേഴ്സ് ഓരോരുത്തർ, റോബിൻ, ദിൽഷ, ബ്ലെസ്ലി, ജാസ്മിൻ, റിയാസ്, എന്തോരം പ്ലേയേഴ്സാണ് വന്ന കളി. ഓരോ പ്ലേയേഴ്സിനും അവരുടേതായ കാര്യങ്ങൾ ഓരോന്നോരോന്നുണ്ട് അതിൽ. എന്നുവെച്ചാൽ അവരെ ടാസ്ക് വൈസ് ആണേലും എല്ലാ വൈസ് ആണേലും. പിന്നെ അത് പ്രത്യേകം വെച്ചാൽ ഏറ്റവും ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണ് റോബിൻ. അവിടെ ഒരു പ്രത്യേകം അവിടെ ലവ് കോംബോ ട്രാക്ക് വന്നിട്ടുണ്ട്. സാധാരണ ഇച്ചിരി ഫാൻ ഫോളോയിങ് ഉള്ള സാബു മോനാണേലും രജിത് സാറിനാണേലും അഖിൽമാരാണെങ്കിലും അത്ര ലവ് കോംബോ അത്ര ഇല്ല. പക്ഷേ അഖിൽമാരും ശോഭയും പറയുമെങ്കിൽ അത്രയും വലിയ അഖിൽമാരെ കല്യാണം കഴിഞ്ഞ ഒരാളായതുകൊണ്ട് അത്രയും വലിയ പറയില്ല, ചുമ്മാ ഇങ്ങനെ കാണിക്കണമെന്നുള്ളൂ. പക്ഷേ ഏറ്റവും നല്ല ലവ് കോംബോ ഒരു സക്സസ് ആയ ഒരാൾക്കാർ തന്നെ വരും. എൻ്റെ റോബിനും ഇതിൽ ചെയ്യും. അതുകൊണ്ട് അവിടെയും TRPയും ആൾക്കാർക്ക് അതിനോടൊരിതുണ്ട്. എല്ലാം കൊണ്ടൊരു ഫുൾ പാക്കേജ് ആയിരുന്നു ആ സീസൺ തന്നെ. നല്ല ആക്ച്വലി ഭയങ്കര അടിപൊളിയായിട്ട് കോമ്പറ്റീഷനും എല്ലാം കൊണ്ടും ഒരു പ്രൊവോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പ്രൊവോക്ക് എന്നുവെച്ചാൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന റിയാസ്. പലർക്കും അയാളോട് ദേഷ്യം കാട്ടയൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് അയാൾ ആ ടോപ്പ് 3 വന്ന ഒരാളാണ്. അപ്പം അത്രക്കും ഭയങ്കര കോമ്പറ്റീഷൻ എല്ലാ രീതിയിലും, ഫൈറ്റ് വൈസാണ് എല്ലാ രീതിയിലും. അവിടെ റോബിന് റിയാസിൻ്റെ ഫൈറ്റൊക്കെ കാണാം. മറ്റേ മലയാളത്തിൽ പറയടാന്നൊക്കെ പറഞ്ഞിട്ട് റോബിന് റിയാസിൻ്റെ ഒക്കെ ചൂടാണത്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറയണത് സീസൺ 3 മണിക്കുട്ടൻ്റെ സീസണ്. അതൊരു ഒന്നൊന്നര സീസൺ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ ഓരോ പ്ലേയേഴ്സ് ഓരോരോ ഐഡിയാസാണ് കൊണ്ടുവരുന്നത്. സൂര്യ ആണേലും മണിക്കുട്ടനാണേലും റംസാനാണേലും പിന്നെ കിടിലം ഫിറോസ്, പൊളി ഫിറോസ്, സജന, അവരൊക്കെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി എന്നുവെച്ചാൽ ഇടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഇടിയും ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല. നല്ല അടിപൊളി സീസൺ തന്നെയായിരുന്നു. അതിൽ വിന്നറായത് മണിക്കൂട്ടനാണ്ടായാലും മെയിനായിട്ട്. അത് കൊറോണ വന്നിട്ട് അത് വീണ്ടും കൊണ്ടുവന്നിട്ട് ആണ് ആര് വന്നത്. കൊറോണ എന്ന സംഭവം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു മെയിനായിട്ട് അതിൽ. അപ്പം അങ്ങനെയാണത്. അപ്പം നല്ലപോലെ ആ സീസണ് നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ TRP കിട്ടിയത് നമ്മുടെ സീസൺ 6. ഏറ്റവും മാസ് സീസൺ എന്ന് വെച്ചാൽ നമ്മുടെ രജിത് സാറിൻ്റെ സീസണാണ് മാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അമ്മാതിരി മാസം അയാൾ കാണിച്ചു കൂട്ടി അവിടെ. ഏറ്റവും ക്ലാസിക് സീസണാണ് നമ്മുടെ ഈ റോബിൻ്റെ നമ്മുടെ കഴിഞ്ഞ സീസൺ 5 അഖിൽമാരാരുടെ സീസണ്. ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സീസൺ 1 തന്നെ. അത് അന്നും ഇന്നും ബെസ്റ്റ് തന്നെയാണ്. നമുക്ക് എപ്പോൾ ഇരുന്നാലും കാണാൻ തോന്നും. എല്ലാ രീതിയിലും ഫ്രണ്ട്ഷിപ്പ് വൈസ് ആണേലും ലവ് കോംബോ വൈസ് ആണേലും ഫൈറ്റ് ആണേലും മാസാണേലും എല്ലാം കൊണ്ടും. പിന്നെ വേറെ എന്തല്ല അവർക്ക് ഫസ്റ്റ് ടൈം തന്നെ ഒരു പ്ലേയേഴ്സും കൂടി ആയതുകൊണ്ട് അത് ഇപ്പോൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും അറിയാത്ത പൊട്ടങ്ങൾ വെച്ചൊക്കെ ഇരിക്കും. പക്ഷെ അതൊന്നും ഇല്ല. ഒരു ടാസ്ക് കളിക്കുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ സീസൺ 6 വരുമ്പോൾ പ്ലേയേഴ്സ് വലിയ തരത്തിൽ പ്ലേയേഴ്സ് ഇല്ല. കുറച്ച് 1-2-3 മാത്രമേ ഉള്ളൂ. ഇവരുടെ അത്ര ലെവലിൽ പ്ലേയേഴ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ സീസണിൽ TRP കൂടുതലാണ്. ആൾക്കാർ കാണുന്നുണ്ട്. അതിനനുസരിച്ച് കണ്ടൻറ്റ് ഉണ്ട്, അതിനനുസരിച്ച് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ടാസ്കിലൊന്നുമല്ല, അവരുടെ
ഓരോരോ കാര്യങ്ങളും കണ്ടൻറ് വൈസ് കുറേ കൊണ്ടുവരുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രിയൊക്കെ, ആ വൈൽഡ് കാർഡ് എൻട്രിയിലൊക്കെ എത്ര റേറ്റിംഗാണ് കിട്ടിയത്? വൈൽഡ് കാർഡ് എൻട്രി തന്നെ ഈ ഹോട്ടൽ ടാസ്ക് അതിന് നല്ല റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതാണ് പിന്നെ റോക്കി സിജോനെ തല്ലിയ ആ എപ്പിസോഡ് നല്ല പോലെ കിട്ടി. അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടുപോട്ടെ ഇതാണ് TRP ഇട്ടത്, ഏറ്റവും നല്ല TRP ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ് കമൻറ്റ് ചെയ്യൂ. TRP ആണെങ്കിൽ ഏത് സീസൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് പ്ലേയേഴ്സ് ആരാണ് കമൻറ്റ് ചെയ്യൂ.